കാപ്പ നിയമപ്രകാരം തടവിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതൻ ഇന്ന് ജയിലിൽ വെച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. വിയ്യൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടിന്റെ മുറിയിൽ രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജനപ്രതിനിധി ജയിലിനുള്ളിൽ വെച്ച് കൌൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുമെന്ന ബിജെപിയുടെ ആശങ്കയാണ് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ ഒഴിയുന്നത്. അർജുൻ മട്ടന്നൂരും ടി വി പ്രസാദുമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം അർജുനിലേക്ക് പോവുകയാണ്. അർജുൻ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു ജനപ്രതിനിധി ആദ്യമായാണ് ഇങ്ങനെ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇന്നിപ്പോൾ എങ്ങനെയായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ്? ആരൊക്കെ പങ്കെടുക്കും? ഗുഡ് മോർണിംഗ് ശ്രുതി. റോഷ്നി, അസാധാരണ സാഹചര്യം എന്ന് പറയേണ്ടി വരും. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി ജയിലിനുള്ളിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ് ആർ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഇതിൽ മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ അക്രഡിറ്റഡ് ആയ മാധ്യമപ്രവർത്തകരും മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുകയും ചെയ്യുക. കഴിഞ്ഞ കുറേ ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുകയായിരുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ കാപ്പ കേസിൽ നിന്ന് താൽക്കാലികമായെങ്കിലും ഇളവ് വേണം എന്ന സുഗതന്റെ ആവശ്യം ആദ്യം കാപ്പ ബോർഡ് തള്ളുന്നു. അതിന് പിന്നാലെ ഹൈക്കോടതി പോലീസും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും അതുമായി ബന്ധപ്പെട്ട നിലപാടെടുക്കുന്നു. ഇതോടുകൂടിയാണ് ഹൈക്കോടതി എന്തുകൊണ്ട് ജയിലിനുള്ളിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്ന സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ അറിയിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ 11 മണിക്ക് പരിമിതമായ ആളുകളുടെ സാന്നിധ്യത്തിൽ ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താമെന്ന് ഹൈക്കോടതി തീരുമാനമെടുത്തത്. എന്തായാലും നേരത്തെ ബിജെപിക്ക് ഒരു അംഗത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. 4 ആഴ്ചക്കുള്ളിൽ ഇത്തരത്തിൽ 20 പേർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. അതായത് രക്തസാക്ഷികളുടെയും അതോടൊപ്പം തന്നെ ദൈവങ്ങളുടെ പേരുകളിലും സത്യപ്രതിജ്ഞ ചെയ്ത 20 അംഗങ്ങളോടാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 19 പേർ നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. പക്ഷേ സുഗതൻ കാപ്പ കേസിൽ ജയിലിലായതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ അനന്തമായി നീളുകയായിരുന്നു. സ്വാഭാവികമായും ആ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ മാസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ അയോഗ്യത അടക്കം വരുന്ന സാഹചര്യം ഉണ്ടാകും. അത് വലിയ ഭരണ പ്രതിസന്ധി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഹൈക്കോടതി അടക്കം സമീപിച്ചത്. എന്തായാലും ഇപ്പോൾ ഭാഗികമായെങ്കിലും ബിജെപിക്ക് ആശ്വസിക്കാം. പക്ഷേ പൂർണ്ണമായും ആശ്വസിക്കാൻ പറ്റും എന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് 3 കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് തുടർച്ചയായി വിട്ടുനിന്നാൽ വീണ്ടും അയോഗ്യത വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇടക്കാല ജാമ്യമോ അല്ലെങ്കിൽ ഇടക്കാല ഇളവോ വാങ്ങിക്കൊണ്ട് കൗൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിക്കാനാണ് ബിജെപി ശ്രമിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ജയിലുള്ളിൽ വെച്ച ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്തത് കേരളം സാക്ഷിയാകാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ടി വി പ്രസാദ് കൂടി ചേരുകയാണ്. പ്രസാദ്, കോടതിയുടെ തീരുമാനമായിരുന്നു. കോടതി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ജനാധിപത്യമാണ്, ജനങ്ങളുടെ തീരുമാനമാണ്, അതുകൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അസാധാരണമായ ഒരു ഉത്തരവ് ഉണ്ടാകുന്നു എന്നാണ് കോടതിയുടെ പരാമർശം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സത്യപ്രതിജ്ഞ നടന്നാൽ തന്നെയും 3 കൗൺസിൽ യോഗങ്ങളിൽ സുഗതന് പങ്കെടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അയോഗ്യതയാണ്. അങ്ങനെയല്ലേ ഇതിന്റെ ടേംസ്? റോഷ്നി, ശ്രുതി, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ താൽക്കാലികമായി ബിജെപിയുടെ താൽക്കാലികമായ ഒരു നെഞ്ചിടിപ്പ് അവസാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയാൻ കഴിയുന്നത്. നമുക്കറിയാവുന്നതുപോലെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ സുഗതനില്ലെങ്കിൽ സമാസമമായി മാറുന്ന ഒരു ചിത്രത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ എത്തും എന്നുള്ളതാണ്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോർപ്പറേഷൻ ബിജെപി പിടിക്കുന്നത്. ബിജെപി പിടിച്ചതിന് പിന്നാലെ കോർപ്പറേഷനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതായത് അതാത് പ്രദേശങ്ങളിലെ ദൈവങ്ങളുടെ പേര്, ബലിദാനികളുടെ പേര്, ഇതൊക്കെ ചേർത്തുകൊണ്ടാണ് പല ആളുകളും പല രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത്. ബിജെപി കൌൺസിലർമാർ, അങ്ങനെയാണ് 20 കൌൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന നിർണായക ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടാവുന്നതും ഉത്തരവിന് പിന്നാലെ തന്നെ ബാക്കി 19 പേരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അപ്പോഴും സുഗതന്റെ കാര്യത്തിൽ പരിങ്ങലിലായിരുന്നു. സുഗതൻ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ആ കാപ്പ കേസിൽ അറസ്റ്റിലായിരുന്നു, റിമാൻഡിലായിരുന്നു സുഗതൻ എന്നുള്ളത്. പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. നിർണായകമായ ഉത്തരവ് ആ കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. ജനാധിപത്യത്തിൽ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതുകൊണ്ട് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരമുണ്ടാകണം എന്ന ചരിത്രപരമായ ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായതിനു പിന്നാലെയാണ് വിയ്യൂർ സെൻട്രൽ
സെൻട്രൽ ജയിലിൽ അതിനുള്ള സൗകര്യമൊരുങ്ങുന്നത്. നേരത്തെ അർജുൻ മട്ടന്നൂർ വിശദീകരിച്ചതുപോലെ മേയറും വളരെ കുറച്ച് ഉദ്യോഗസ്ഥരും മാത്രമുള്ള ഏറ്റവും ചുരുങ്ങിയ ചടങ്ങ്, വളരെ പെട്ടെന്ന് തീരുന്ന ചടങ്ങ് ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPക്ക് അത് ആശ്വാസമാകും എന്നുള്ളത് തന്നെയാണ്. ആ സുഗതന്റെ സത്യപ്രതിജ്ഞയോടുകൂടി താൽക്കാലികമായെങ്കിലും ആ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെങ്കിലും 3 തവണ തുടർച്ചയായി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ അയോഗ്യനാക്കാം എന്ന് പറയുന്ന ഒരു ചട്ടം നിലനിൽക്കുന്നുണ്ട്. ആ ചട്ടമാണ് വലിയ പ്രശ്നമായി BJP അലട്ടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം കടുത്ത വിമർശനമാണ് കോർപ്പറേഷൻ ഉന്നയിക്കുന്നത്. കോർപ്പറേഷൻ കൌൺസിൽ യോഗം വിളിച്ചു ചേർക്കാൻ തയ്യാറാകുന്നില്ല, അടിയന്തര കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്ന ഗുരുതരമായ ആരോപണമുയർത്തുന്നു. എന്തായാലും സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് കോർപ്പറേഷനിലെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. നിർണായകമായ തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. സ്തുതി.